നമസ്കാരം. ലോക ഫുട്ബോളിന്റെ കളിത്തൊട്ടിലായ ലാറ്റിൻ അമേരിക്കൻ മണ്ണിൽ സ്പാനിഷ് പടയുടെ വിസ്മയത്താളം വീണ്ടും അലയടിക്കുന്നു. ലോസ് ആഞ്ചൽസിൽ നടന്ന 2026 ലോകകപ്പിന്റെ ആവേശകരമായ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ 1-2 ഗോളുകൾക്ക് തകർത്ത് മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. കളിയിലുടനീളം തകർപ്പൻ പോരാട്ടം കാഴ്ചവെച്ച കെവിൻ ഡിബ്രൂനയുടെ ബെൽജിയത്തിന് അവസാന നിമിഷത്തിലുണ്ടായ നിർഭാഗ്യകരമായ ഗോൾ കീപ്പിംഗ് പിഴവാണ് വിനയായത്. ആരാധകരെ മുനമ്പിൽ നിർത്തിയ മത്സരത്തിന്റെ 88-ാം മിനിറ്റിൽ പകരക്കാരനായി അവതരിച്ച മിഖേൽ മെറിനോയാണ് സ്പെയിനിന്റെ വിജയശില്പിയായത്. പ്രീ ക്വാർട്ടറിലും ടീമിന്റെ രക്ഷകനായ മെറിനോ ഈ മത്സരത്തിലും ആവർത്തിച്ചതോടെ സ്പെയിൻ തങ്ങളുടെ അപരാജിത കുതിപ്പ് നിലനിർത്തി. ചൊവ്വാഴ്ച നടക്കുന്ന ഒന്നാം സെമി ഫൈനലിൽ വൻശക്തികളായ ഫ്രാൻസാണ് സ്പെയിനിന്റെ എതിരാളികൾ. കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ ക്വാർട്ടറിൽ കരുത്തരായ മൊറോക്കോയെ സുഖകരമായി മറികടന്നാണ് ഫ്രഞ്ച് പട അവസാന 4ലേക്ക് യോഗ്യത നേടിയത്. മത്സരത്തിന്റെ ആദ്യ 40 മിനിറ്റുകളിൽ ലോസ് ആഞ്ചൽസിലെ പുൽമൈതാനത്ത് സ്പാനിഷ് മധ്യനിരയുടെ പൂർണ്ണ ആധിപത്യമാണ് പ്രകടമായത്. റോഡ്രി പതിവ് പോലെ കളി നിയന്ത്രിച്ചപ്പോൾ പരിക്കിന്റെ പിടിയിൽ നിന്നും പൂർണ്ണമോചിതനായി എത്തിയ യുവവിസ്മയം ലാമിൻ യമാൽ ബെൽജിയം ബോക്സിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. കളി പുരോഗമിക്കുന്തോറും വലതുവിങ്ങിൽ നിന്നും ബോക്സിന്റെ മധ്യത്തിലേക്ക് യമാലിന് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ബെൽജിയം പ്രതിരോധം അക്ഷരാർത്ഥത്തിൽ വിയർത്തു. തുടർച്ചയായ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ 30-ാം മിനിറ്റിൽ സ്പെയിൻ മത്സരത്തിൽ അർഹിച്ച ലീഡ് നേടി. ലാമിൻ യമാലും പെറയും ചേർന്ന് നടത്തിയ സുന്ദരമായ ഒരു ഓവർലാപ്പിംഗ് റണ്ണാണ് ഈ ഗോളിന് വഴിയൊരുക്കിയത്. വിങ്ങിൽ നിന്നും ബോക്സിലേക്ക് വന്ന ക്രോസ് സ്വീകരിച്ച് ഡാനി ഓൾമോ തൊടുത്ത ശക്തമായ ഷോട്ട് ബെൽജിയം ഗോളി തിബോ കോർട്ടോ തടുത്തെങ്കിലും റീബൗണ്ട് ചെയ്ത പന്ത് കൃത്യമായ പൊസിഷനിലുണ്ടായിരുന്ന ഫബിയാൻ റൂയിസ് അനായാസം വലയിലെത്തിക്കുകയായിരുന്നു. ഗോൾ വഴങ്ങിയ ശേഷവും സ്പെയിൻ കളം നിറഞ്ഞു കളിച്ചെങ്കിലും യൂറോ കപ്പിലെ തങ്ങളുടെ തകർപ്പൻ ആക്രമണ ഫോമിലേക്ക് പൂർണ്ണമായി ഉയരാൻ അവർക്ക് കഴിഞ്ഞില്ല. ടൂർണമെന്റിൽ ഉടനീളം സ്പെയിനിന്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ അചഞ്ചലമായ പ്രതിരോധ നിരയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ കേപ്പ് വെർദെക്കെതിരെ ഗോൾ രഹിത സമനില വഴങ്ങിയെങ്കിലും യുറുഗ്വായ്, പോർച്ചുഗൽ എന്നിവർക്കെതിരെ ഏകപക്ഷീയമായ 1 ഗോളിന്റെ വിജയങ്ങളുമായി പ്രതിരോധ കോട്ട കാത്താണ് സ്പെയിൻ ക്വാർട്ടറിലേക്ക് എത്തിയത്. എന്നാൽ ആദ്യ പകുതി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ കളിയിലുടനീളം പോരാട്ടവീര്യം കൈവിടാതിരുന്ന കെവിൻ ഡിബ്രൂനയുടെ ബെൽജിയം അപ്രതീക്ഷിതമായി തിരിച്ചടിച്ചു. ടൂർണമെന്റിൽ ഈജിപ്ത്, ഇറാൻ എന്നിവർക്കെതിരെ സമനില വഴങ്ങി പതറിയെങ്കിലും പിന്നീട് ന്യൂസിലാൻഡിനെ 5-1-നും USA 4-1-നും തകർത്ത് ഫോമിലേക്ക് ഉയർന്ന റെഡ് ഡെവിൾസ് സ്പാനിഷ് പ്രതിരോധത്തെ വിറപ്പിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. മത്സരത്തിന്റെ 41-ാം മിനിറ്റിൽ ഒരു സെറ്റ് പീസിനൊടുവിലാണ് ബെൽജിയത്തിന്റെ സമനില ഗോൾ പിറന്നത്. ടെട്രാസും ഡിബ്രൂനയും ചേർന്ന് നടത്തിയ തന്ത്രപരമായ നീക്കം സ്പാനിഷ് പ്രതിരോധത്തെ ആശയക്കുഴപ്പത്തിലാക്കുകയായിരുന്നു. തുടർന്ന് ഡിബ്രൂന നൽകിയ പാസിൽ നിന്നും തിമോത്തി കാസ്റ്റ്യാന ബോക്സിലേക്ക് മനോഹരമായ ഒരു ക്രോസ് തൊടുത്തു. ബോക്സിലുണ്ടായിരുന്ന ബെൽജിയം സ്ട്രൈക്കർ ചാൾസ് ടി കെറ്റലാറെ സ്പാനിഷ് പ്രതിരോധ താരം പൗ കുബാർസിയെ നിഷ്പ്രഭമാക്കി ഉജ്ജ്വലമായ ഹെഡറിലൂടെ പന്ത് വലയിലാക്കുകയായിരുന്നു. ഈ ഗോൾ സ്പാനിഷ് ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു വലിയ റെക്കോർഡാണ് തകർത്തത്. കഴിഞ്ഞ 649 മിനിറ്റുകളായി ഒരു ഗോൾ പോലും വഴങ്ങാതെ അപരാജിത കുതിപ്പ് നടത്തിയ സ്പാനിഷ് പ്രതിരോധ കോട്ടയാണ് 41-ാം മിനിറ്റിൽ തകർന്നത്. ഈ ലോകകപ്പ് ടൂർണമെന്റിൽ സ്പാനിഷ് ഗോൾ കീപ്പർ ഉനായ് സിമോൻ വഴങ്ങുന്ന ആദ്യ ഗോൾ കൂടിയായിരുന്നു ഇത്. കളി അധിക സമയത്തേക്ക് നീളുമെന്ന് ഇരു ടീമുകളും ഉറപ്പിച്ച നിമിഷത്തിലാണ് കളിയിലെ ആ നിർണായക പിഴവ് സംഭവിക്കുന്നത്. മത്സരത്തിന്റെ 88-ാം മിനിറ്റിൽ സ്പാനിഷ് യുവതാരം പൗ കുബാർസി ബെൽജിയം ബോക്സിന് 25 വാര അകലെ നിന്ന് ഒരു ലോങ് റേഞ്ചർ ഷോട്ട് തൊടുത്തു. ബെൽജിയത്തിന്റെ പകരക്കാരൻ ഗോളി സെന്നെ ലാമൻസിന് ആ പന്ത് കൃത്യമായി കൈപ്പിടിയിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഗോളിയുടെ കൈകളിൽ നിന്നും റീബൗണ്ട് ചെയ്ത് താഴേക്ക് വീണ പന്തിലേക്ക് ആഴ്സണലിന്റെ മിഡ്ഫീൽഡർ മിഖേൽ മെറിനോ മിന്നൽ വേഗത്തിൽ പാഞ്ഞെടുത്തു. ലാമൻസിന് ഒരവസരവും നൽകാതെ മെറിനോ പന്ത് ഗോൾ വലയുടെ മേൽക്കുരയിലേക്ക് അടിച്ചു കയറ്റിയതോടെ 2-1 ബെൽജിയത്തിന്റെ സെമി പ്രതീക്ഷകൾ ലോസ് ആഞ്ചൽസിന്റെ മണ്ണിൽ പൊലിഞ്ഞു വീഴുകയായിരുന്നു.